നമസ്കാരം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കായിക മത്സരത്തിന്റെ ആവേശം പകർന്ന് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഗോദയിലിറങ്ങി. ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഇരുവരും കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഊഹാപോഹങ്ങൾക്ക് അറുതിയായത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഗുസ്തി താരങ്ങൾ രംഗത്തിറങ്ങുമെന്ന സൂചനകളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ വിനേഷ് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുമായും ചർച്ച നടത്തിയിരുന്നു. താല്പര്യമുള്ള എല്ലാവർക്കും കോൺഗ്രസ് പാർട്ടിയിൽ ചേരാമെന്നായിരുന്നു ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. ഒരു അത്ലറ്റ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ സംസ്ഥാനത്തിന്റെയോ സ്വന്തമല്ല. വിനേഷ് ഫോഗട്ട് രാജ്യത്തിന്റെ സ്വന്തമാണ്. പാർട്ടിയിൽ ചേരണോ എന്നത് വിനേഷ് ഫോഗട്ടിന്റെ തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് ആര് വന്നാലും സ്വീകരിക്കും. അത് വിനേഷ് ഫോഗട്ടിന്റെ മാത്രം താല്പര്യമാണ് എന്ന് ഭൂപീന്ദർ സിംഗ് ഹൂഡ വ്യക്തമാക്കി. പാരീസ് ഒളിമ്പിക്സിൽ 50 കിലോ വനിതാ ഗുസ്തിയിൽ ഫൈനൽ വരെ എത്തിയ വിനേഷ് ഫോഗട്ടിനെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിന് തൊട്ടുമുമ്പ് അയോഗ്യയാക്കിയിരുന്നു. ശരീരഭാരം കൂടിയതിന്റെ പേരിലാണ് താരത്തെ മാറ്റി നിർത്തിയത്. വെള്ളി മെഡൽ നൽകണമെന്ന ആവശ്യവുമായി വിനേഷ് രാജ്യാന്തര കായിക കോടതിയിൽ അപ്പീൽ പോയെങ്കിലും താരത്തിന്റെ ആവശ്യം തള്ളുകയായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിനേഷ് ഫോഗട്ടിന് വൻ സ്വീകരണമായിരുന്നു ഡൽഹി വിമാനത്താവളത്തിൽ ലഭിച്ചത്. മെഡൽ നിഷേധിക്കുന്നതിന് പിന്നിലുള്ള കളികളിൽ ഗുസ്തി ഫെഡറേഷന്റെ കറുത്ത കൈകളുണ്ടെന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഗുസ്തി താരങ്ങൾ ഫെഡറേഷൻ പ്രസിഡന്റും BJP നേതാവുമായ ബ്രിജ്ഭൂഷണെതിരെ സമരം ചെയ്തതിന്റെ പ്രതികാരമാണ് വിനേഷിനെ അയോഗ്യയാക്കുന്നതിൽ കലാശിച്ചത് എന്നായിരുന്നു ഉയർന്നുവന്ന ആരോപണം. പാരീസിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ നാട്ടുകാർക്കൊപ്പം കോൺഗ്രസ് നേതാക്കളും വിനേഷിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. അന്നു മുതലാണ് വിനേഷ് രാഷ്ട്രീയ പ്രവേശം നടത്തുമെന്ന സൂചനകൾ പുറത്തുവരാൻ തുടങ്ങിയത്. ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സ്വീകരണ പരിപാടികളിലും വിനേഷിനെ കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഇത് പരമാവധി വോട്ടാക്കി മാറ്റാനാവുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. ഈ സാഹചര്യത്തിലാണ് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശം ചർച്ചയാകുന്നത്. കർഷക സമരത്തിന്റെ മുന്നണിയിലും പങ്കെടുത്ത വിനേഷ് കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങിയാൽ BJP കണ്ടം വഴി ഓടേണ്ടി വരുമെന്ന് ഉറപ്പ്.